أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ربنا زدنا علما نافعا. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹീത റമദാൻ മാസത്തിലേക്ക് നമ്മളിതാ അല്ല നമ്മളെ അതിൻ്റെ അടുത്ത് വരെ എത്തിച്ചിരിക്കുന്നു. അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ ആ റമദാനിലെ വരവേൽക്കുവാനും അതിലൂടെ ഈ പറഞ്ഞ എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടുവാനും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ആ ഒരു റമദാനിനെ വരവേൽക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങിയോ? പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുങ്ങൽ എങ്ങനെയാണ്? വീട്ടിലെ സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവച്ച് കഴുകി വൃത്തിയാക്കി. നമ്മുടെയൊക്കെ ചെറുപ്പകാലം നമ്മൾ ഓർക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. പുതിയതായിട്ടുള്ള ചെറിയ ആൾക്കാർക്കൊന്നും അതൊന്നും ഓർമ്മയുണ്ടാവില്ല. എല്ലാ ഫർണിച്ചറുകളും നമ്മൾ പുറത്തെടുത്ത് വെച്ച് എല്ലാ ഡ്രസ്സുകളും പുറത്ത് കൊണ്ടുപോയി അലക്കി കിടക്കയും എല്ലാം പുറത്തെടുത്തിട്ട് വീട് മൊത്തം ഒരു ക്ലീൻ ആക്കലാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷേ കൂടുതൽ ഇബാദത്തുകളോ അല്ലെങ്കിൽ ഖുർആനുമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഖുർആൻ ഖതം തീർക്കുക എന്നുള്ള ആ ഒരു ബന്ധം അതുണ്ടായിരുന്നു തീർച്ചയായിട്ടും അല്ലേ? വല്യമ്മമാരൊക്കെ ഒരുപാട് ഖതം തീർക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എൻ്റെ വല്യമ്മയൊക്കെ 3 ദിവസം കൊണ്ടൊക്കെ ഒരു ഖതം തീർക്കുന്നത് നോമ്പിന് ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്കൊന്നും കഴിയാത്തൊരു കാര്യമാണത്. അന്നൊക്കെ അത് മതിയായിരുന്നു. കൂടുതൽ ഇൽമിലേക്കൊന്നുള്ളൊരു വഴി അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് അതല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇൽമിൻ്റെ വഴിയിൽ ഇൽമും അമലും ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കെല്ലാം നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു തആല ഇന്ന് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ ഇൽമിലൂടെ നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണെന്ത്? നമ്മൾ വീടും ചുറ്റുപാടുകളും മാത്രമല്ല ഒരുക്കേണ്ടത്, നമ്മുടെ മനസ്സ് അല്ലേ? നമ്മുടെ ഹൃദയമാണ് നമ്മൾ റമദാനിലേക്ക് തുറന്നു വെക്കേണ്ടത്. ഏതൊരു ഇബാദത്തിൻ്റെയും അതിൻ്റെ ഒരു ആത്മാവിനെ നമുക്ക് തൊട്ടറിയണമെങ്കിൽ അതിൻ്റെ ആ ഒരു അനുഭൂതി, അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു സന്തോഷം, സമാധാനം എല്ലാം ഓരോ ഇബാദത്തിൽ നിന്ന് നേടിയെടുക്കാനുള്ളത് അതല്ലേ? അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ അല്ലേ തുറന്നു വെക്കണം. അങ്ങനെ നമ്മൾ തുറന്നു വെച്ചോ? അതൊന്ന് തുറന്നു വെക്കാം. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ എന്തായിട്ട് മാറും? അതൊക്കെ വെറും യാന്ത്രികമായിട്ട് പോകും അല്ലേ? നമുക്ക് തന്നെ അറിയാം. നമുക്ക് എപ്പോഴും എല്ലാവർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ സങ്കടം തന്നെയാണ്. നിസ്കാരം എങ്ങനെയൊക്കെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഈ റമദാനിലെങ്കിലും അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നിയത്ത് വെക്കുക. നമ്മൾ എല്ലാ ഇബാദത്തുകളും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം.
അതിലൂടെ ഓരോ ഇബാദത്തിലൂടെയും നേടിയെടുക്കാനുള്ള ഓരോ കാര്യങ്ങളും ഉണ്ട് അല്ലേ. അതൊക്കെ എന്താണെന്ന് നമ്മൾ അറിയണം. അത് നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് പഠിച്ചുകൊണ്ട് ഖുർആനിലേക്ക് ഇറങ്ങിക്കൊണ്ട് റസൂല് നമ്മളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഹദീസിലൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു അനുഭൂതി അല്ലേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഹൃദയമാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അത് തുറന്നു വെച്ചുകൊണ്ട് ഒരു എന്താ പറയുക, സമാധാനം നമ്മൾ തന്നെ ആദ്യം കണ്ടെത്തണം. എന്നാലേ നമുക്ക്, നമ്മൾ ആദ്യം പറയുന്നുണ്ടല്ലോ, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക എന്നാണ് അല്ലേ. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് അല്ലേ, സുബ്ഹാനല്ലാ. അപ്പം അതുപോലെ തന്നെയാണ് റമദാനും നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ എല്ലാം കൊണ്ടും സമാധാനമാക്കിക്കൊണ്ട് ഒരുങ്ങണം. ധൃതി പിടിച്ച് അല്ലെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് ചിന്തിച്ചൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും തന്നെ. ക്ഷമയും സമാധാനവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടും അല്ലേ? അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഖുർആനിൽ നിന്ന്. സുബ്ഹാനല്ലാ. എങ്ങനെയാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും അല്ലേ, അത് റബ്ബ് നമുക്ക് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുന്ന ഈ ഒരു അനുഗ്രഹീത ഖുർആനിൽ അല്ലേ നമുക്കൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി. നമ്മുടെ റഹീമായ റബ്ബിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടാണ്, അവൻ്റെ കലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. റബ്ബിൻ്റെ പ്രിയപ്പെട്ടവരാവണം നമുക്ക് എല്ലാവർക്കും. ആ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് താനും അല്ലേ. അവൻ്റെ വാക്കുകൾ അപ്പോൾ നമ്മൾ കേൾക്കണം, നമ്മളതിനെ മനസ്സിലാക്കണം, ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം, അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും വേണം. അത് മാത്രം മതിയോ? ഇല്ല. നമ്മൾക്ക് കിട്ടിയ അല്ലേ, നമ്മൾ മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങളും, ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതി, അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ആ വഴിയിൽ റബ്ബ് എത്തിച്ചുവല്ലോ എന്നുള്ളതാണ് അല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്, ആയത്തുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നിങ്ങളെല്ലാം ഖുർആൻ പഠിക്കുന്നവർ തന്നെയാണ്. സുബ്ഹാനല്ലാ. എന്നാൽ തന്നെയും റബ്ബിൻ്റെ ഈ ഒരു കലാമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ട ആയത്തുകളാണെങ്കിലും അതിനെക്കുറിച്ച് പിന്നെയും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് മടുപ്പ് വരുന്നത്? പിന്നെയും അറിയാനും അല്ലേ മനസ്സിലാക്കാനുമുള്ള ആഗ്രഹം. കേട്ടത് തന്നെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്, വായിച്ചത് തന്നെ ആയിരിക്കും വായിക്കുന്നത്. ഒരിക്കലും മടുക്കാത്ത സുബ്ഹാനല്ലാ റബ്ബിൻ്റെ സംസാരം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എത്ര പറഞ്ഞാൽ എത്ര കേട്ടാലും മതി വരാത്ത നമ്മുടെ റബ്ബിൻ്റെ സംസാരം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റമദാനും ഖുർആനും നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലേ, അതൊന്ന് നമുക്ക് വിലയിരുത്തി നോക്കാം. അങ്ങനെ ഒന്നുകൂടി നമുക്ക് എന്താക്കാം, ആ ഒരു ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ അല്ലേ, റബ്ബിൻ്റെ ഹബിലാണ്, റബ്ബ് നമ്മളിലേക്ക് ഇട്ട് തന്നിട്ടുള്ള ആ ഒരു കയറിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ ഒന്ന് ഉറപ്പിച്ച് നിർത്താം. ആ ഒരു ഉറപ്പിൽ നമുക്കിങ്ങനെ മുറുകെ പിടിക്കാം. സുബ്ഹാനല്ലാ. മനസ്സ് മുഴുവനും നമുക്ക് എന്താക്കാം, റബ്ബിൻ്റെ ആയത്തുകൾ നിറയ്ക്കാം. എന്നിട്ട് അതിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു റമദാൻ അതിനു വേണ്ടിയാവട്ടെ. എങ്ങനെ നോക്കിയാലും അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും വിജയവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. മുഫ്ലിഹൂൻ എന്ന് പറയുന്ന റബ്ബ് അല്ലേ പരിചയപ്പെടുത്തിയ ആ ഒരു വിജയികൾ അല്ലേ, മുത്തഖീങ്ങളായിട്ടുള്ള ആ ഒരു വിജയികളാവണമെങ്കിൽ ആ ഖുർആനിനെ മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങളുണ്ട്. ആരാണ് റബ്ബ്? എന്തിനാണ് നമ്മൾ ഈ ദുനിയാവിൽ വന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരണം. ഇത് മാത്രമോ? എന്താണ് ഖുർആൻ? എന്തിനാണ് ഖുർആൻ? എന്താണ് റമദാൻ? എന്തിനാണ് റമദാൻ? ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എവിടെയുണ്ട്? റബ്ബ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഖുർആനിൽ. അതിനെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാനും അറിയാനും ശ്രമിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാ. ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ആ ഒരു വഴിയിലാണെങ്കിൽ അൽഹംദുലില്ലാ. ഇനി അതല്ല, ആരെങ്കിലും ആ ഒരു വഴിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അതിന് ഒരു തുടക്കമാവണം. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാത്തിൻ്റെയും ഉത്തരം ഖുർആനിലുണ്ട്. കാരണം നമുക്ക് വേണ്ടത് എന്താണ്? ഒരു വഴിയാണ്. എങ്ങോട്ടാണ്? എന്തിനാണ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെല്ലാം വഴി എവിടെയുണ്ട്? സുബ്ഹാനല്ലാഹ്. നമ്മൾ റബ്ബിനോട് എന്താ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ഓരോ നേരവും അല്ലേ
5 നേരത്തെ നമസ്കാരത്തിലും അല്ലേ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന്, അല്ലേ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഫർദ് നമസ്കാരത്തിൽ മാത്രം ഒരു 17 പ്രാവശ്യം നമ്മൾ ചോദിക്കണം. പക്ഷെ മനസ്സറിഞ്ഞ് നമ്മൾ ചോദിക്കുന്നുണ്ടോ? നമ്മൾ ഓരോന്ന് നമ്മളോട് തന്നെ ചോദിക്കാൻ കേട്ടെ. ഞാൻ ഈ പറയുന്ന എന്നോടും ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും എന്താണ് സ്വയം ചോദിക്കുകയാണ്. ഞാൻ പറയുന്നുണ്ടോ? ഞാൻ ഇത്തരത്തിൽ മനസ്സിലേക്ക് ഇങ്ങനെ ഉറപ്പിച്ച് ഞാൻ ഇങ്ങനെ ആ ഒരു ഇഷ്ടത്തോടു കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന്. നേരായ പാതയിൽ ഏറ്റവും വ്യക്തമായ റബ്ബിലേക്ക് ചെന്നെത്താനുള്ള ഒരു വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് ആ ഒരു നമസ്കാരത്തിൽ അല്ലാഹുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നമ്മൾ പറയുന്നുണ്ടോ? അതൊന്ന് അല്ലേ. അങ്ങനെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അടുത്ത ആയത്തിൽ തന്നെ റബ്ബ് നമ്മളോട് പറയുന്നുണ്ട് എന്ത്? വഴി എവിടെ കിട്ടും എന്ന് പറയുന്നുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അല്ലേ? ഫാത്തിഹയിലാണ് നമ്മൾ അള്ളാഹുവിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചോദിക്കുന്നത്. അതാണെങ്കിൽ ദിവസം ഫർളിലും സുന്നത്തിലുമായിട്ട് എത്രയോ തവണ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. റബ്ബാണെങ്കിൽ അടുത്ത സൂറത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതെവിടെ കിട്ടും, നിങ്ങൾ ചോദിക്കുന്ന ഈ ഒരു സന്മാർഗം, അതായത് നിങ്ങൾക്ക് വഴി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ഇതൊക്കെ ആ ഒരു വഴികാട്ടിയായിട്ട് ഈ ഖുർആനാണ് നിങ്ങൾക്കുള്ളത്. അതിലൊരു സംശയവും ഇല്ല. ലാ റൈബ ഫീ, അതിലൊരു സംശയവുമില്ല. മുത്തഖീങ്ങൾക്ക് ഇത് മാർഗദർശനമാണ്. അപ്പോൾ ഈ മുത്തഖീ എന്നുള്ള വേർഡ് നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇത് നമ്മൾ ആയത്തിലേക്ക് പോവാണ് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അതായത് നമ്മൾ ഇപ്പോൾ ഓതി നിർത്തിയ ആയത്ത് എവിടെയായിരുന്നു അല്ലേ? ഷഹ്റു റമദാനല്ലദീ. അതിൻ്റെ മുമ്പേ ഒരു ആയത്തുണ്ട് നമ്മളുടെ നോമ്പിനെ കുറിച്ച് തുടങ്ങുന്നത്. നമ്മളെപ്പോഴും ഏതൊരു ക്ലാസ് കേൾക്കുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്താണ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ ആരെ വിളിക്കണേ നോക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലേ? നമ്മൾ ഓരോരുത്തരെയും വിളിക്കുകയാണ്, വേറെ ആരോ വിളിക്കുകയല്ല. നമ്മളിങ്ങനെ ഖുർആൻ ഓതി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആയത്തുകൾ മാത്രമായിട്ട് തന്നെ ഇങ്ങനെ റബ്ബ് നമ്മളെ വിളിക്കുന്ന ആയത്തുകൾ മാത്രമായിട്ട് തന്നെ നമ്മൾ മിഷ്കാത്തിലെ ഷാക്കിര ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെയാണ് ഇങ്ങനെ ഓരോ ആയത്തുകൾ വായിക്കുമ്പോഴും യാ അയ്യുഹല്ലദീന ആമനു, എന്താ എന്നോട് എൻ്റെ റബ്ബ് പറയണത്? ശ്രദ്ധിക്കുക. നമ്മൾക്ക് നോമ്പ് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞല്ലോ എന്താണ് നോമ്പ്, എന്തിനാണ് നോമ്പ്, എന്തുകൊണ്ട് നോമ്പിന് ഈ റമദാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് തന്നു. ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ തദബ്ബുർ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നൽകിയിരുന്നു, നമുക്കും നോമ്പ് നൽകിയിട്ടുണ്ട് നിർബന്ധമാക്കിയിട്ടാണ് കൽപ്പിച്ചിട്ടുള്ളത് ഫർദ് നമസ്കാരം അതേപോലെ തന്നെ നോമ്പ് നമ്മളുടെ ഫർദാക്കപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ. നമ്മൾ നോമ്പ് എന്തിനാ എടുക്കണേന്ന് ചോദിച്ചാൽ റബ്ബ് പറഞ്ഞിട്ടാണ്, റബ്ബിനെ അനുസരിക്കുകയാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ട്, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റബ്ബ് പറഞ്ഞതുകൊണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ട്. തഖ്വയുള്ളവർക്ക് എന്ത് കിട്ടുള്ളൂ? നേരത്തെ പറഞ്ഞല്ലോ, ഹുദൽ ലിൽ മുത്തഖീൻ, അതിലൊരു സംശയമില്ല. പക്ഷെ ആർക്കേ കിട്ടുള്ളൂ? ഹുദ കിട്ടുള്ളൂ, ആ ഒരു നേർവഴി കാണുള്ളൂ, ഖുർആനിൽ കാണുള്ളൂ മുത്തഖീങ്ങളായവർക്ക്. തത്തഖൂൻ, മുത്തഖീ, നമ്മൾ തഖ്വയുള്ളവരാകണം. ആകുമ്പോഴായിട്ട് മുത്തഖീങ്ങളായിട്ട് മാറി. അപ്പം മുത്തഖീങ്ങൾക്ക് തീർച്ചയായിട്ടും ഹുദ ഖുർആനിലുണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല എന്തിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് റമദാനിലെ ഈ ഒരു തഖ്വ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു നോമ്പൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ്? ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് ഷഹ്റു റമദാൻ, റമദാൻ മാസം. എന്താണ് ഇതിന്റെ പ്രത്യേകത? അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ ഒരു ഖുർആൻ ഇറങ്ങിയ മാസമാണത്. ഹുദൽ ലിന്നാസ് വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. സുബ്ഹാനല്ലാഹ്. അതെന്താണ്? മനുഷ്യർക്ക് മാർഗദർശനമാണ്, ഹുദായാണ്. അതേപോലെ അത് ഫുർഖാനാണ്, സത്യാസത്യ വിവേചനം. അതായത് എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, ഇതെല്ലാം നമ്മൾക്ക് വ്യക്തമാക്കി തരുന്ന
നമ്മുടെ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഈ ഒരു റമദാനിൽ തന്നെ അല്ലേ നോമ്പ് നിർബന്ധം. അതായത് ഈ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രത്യേകത വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ റമദാൻ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ടത് വരുന്നത് നോമ്പാണ്. പക്ഷേ ഖുർആൻ ആണ് നമ്മൾക്ക് ആദ്യം വരേണ്ടത്. ഖുർആൻ ഇറങ്ങിയ മാസം ആയതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് തന്നിട്ടുള്ളത്? നോമ്പിനെ തന്നിട്ടുള്ളത്. എന്താകാൻ വേണ്ടിയിട്ട്? തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ നോമ്പെന്ന് വിചാരിക്കുമ്പോൾ ഇല്ലേ ചിലർക്കൊക്കെ ഭയങ്കര ആലോചിക്കുമ്പോൾ ബേജാറും ടെൻഷനും, ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും, ചൂടായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും, എന്തായിരിക്കും ഇപ്രാവശ്യത്തെ നോമ്പ്, എന്തെല്ലാം ഒന്നും ഒരുക്കി കഴിഞ്ഞിട്ടില്ല, പണികൾ അത് ഇത് ഒക്കെ ഉണ്ടാവില്ലേ. അള്ളാഹു ഇതെന്തിനാ? അള്ളാഹു നിങ്ങളിൽ എളുപ്പത്തെ സൗകര്യത്തെ ഉദ്ദേശിച്ചിട്ടാണ്, ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇതൊരു വലിയ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ മതി. റബ്ബല്ലേ എളുപ്പാക്കി തരണത് അല്ലേ. നമ്മൾ എങ്ങനെയൊക്കെ പ്രയാസം പറഞ്ഞാലും, എത്ര ചൂടെന്നും എത്ര ലോങ് ടൈം പറഞ്ഞാലും അല്ലേ, ഗൾഫിലുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ ആദ്യത്തെ നോമ്പ് മുതൽ പിന്നെ നമുക്ക് അങ്ങോട്ടൊരു എളുപ്പമാണ്. പിന്നെ നോമ്പ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു ബേജാറാണ് പിന്നീട് നമുക്ക് ഉണ്ടാവുക അല്ലേ. എത്ര പെട്ടെന്ന് നോമ്പ് കഴിഞ്ഞു പോയെന്ന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സംഭവമായിട്ടല്ല അതിനെടുക്കേണ്ടത്. എന്തൊരു സന്തോഷത്തോടു കൂടി നമ്മളതിനെ വരവേൽക്കുക. അതിൽ പ്രത്യേകം ഒരു കാര്യം കൂടി ഈ ആയത്തിൻ്റെ അള്ളാഹു പറഞ്ഞത്, 2 കാര്യങ്ങളെ നമ്മൾ എടുത്തുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ തദബ്ബുർ നടത്തുന്നത്. ഒന്ന് അള്ളാഹു പറഞ്ഞത് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് അല്ലേ ഖുർആനും നോമ്പും അല്ലേ ഈ കാര്യങ്ങളും ഇതൊക്കെ എളുപ്പമാക്കി തന്നിരിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബിനെ നമ്മൾ കൂടുതൽ കൂടുതൽ ദിക്ർ ചൊല്ലുവാനും അല്ലേ അവനെ ഓർമ്മിക്കുവാനും. ദിക്റാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയിട്ടും കൂടിയാകുന്നു. ലാസ്റ്റ് പറഞ്ഞല്ലേ വലഅല്ലക്കും തഷ്കുറൂൻ, ലഅല്ലക്കും നിങ്ങളാകുവാൻ വേണ്ടി. ശ്രദ്ധിക്കാറുണ്ടോ ഖുർആൻ ഓതുന്ന സമയത്ത്? നിങ്ങൾ ആരോ ആണ്, നിങ്ങൾ എന്ന് പറയുമ്പോൾ ആരോ ആണ് അല്ല, നമ്മൾ ഓരോരുത്തരും അല്ലേ. ലഅല്ലക്കും തഷ്കുറൂൻ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാൻ വേണ്ടി, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. തഖ്വയുള്ളവർക്കും നന്ദിയുള്ളവർക്കും അല്ലേ ശുക്ർ ചെയ്യുന്നവർക്കും തന്നെയാണ് റബ്ബ് എല്ലാ ഓഫറുകളും ഖുർആനിലുടനീളം നൽകിയിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കുക. തഖ്വയുള്ളവർക്ക് ഇതുണ്ട്, തഖ്വയുള്ളവർക്ക് അതുണ്ട്, നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും, അവരാണ് ഏറ്റവും അല്ലേ അറിവുള്ളവർ. അതൊക്കെ അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്കിതൊക്കെ ഉണ്ടോ? അതല്ല, നമ്മളൊക്കെ നോർമലി ദുനിയാവുമായിട്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ആൾക്കാരാണോ? അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്. നോർമലി ആളുകളൊക്കെ അല്ലേ ദുനിയാവുമായിട്ട് നമ്മൾക്ക് പല കാര്യങ്ങൾ ഈ തഖ്വ കൊണ്ട് അല്ലേ ഈ ശുക്ർ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. അത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്യണം. ഞാനും ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു തഖ്വ കൊണ്ടും ശുക്ർ കൊണ്ടും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? തഖ്വ എനിക്ക് ഖുർആനിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിലൂടെ ആയത്തിലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നമസ്കാരത്തിൻ്റെ ആയത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം അല്ലേ, ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ എല്ലാ തെറ്റുകളിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും തടയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തടഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റുകളിൽ മാറി നിൽക്കണുണ്ടോ? നമ്മൾ നിസ്കാരം ഒരു ഭാരമായിക്കൊണ്ട് നിസ്കരിക്കേണ്ടതെന്ന് വിചാരിച്ച് പോയി നിസ്കരിക്കും. എന്നാൽ എല്ലാ ബഹളങ്ങളിൽ എന്തൊരു ഇഷ്ടമാണ് കൂടാൻ. ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് ആയിരിക്കില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഖുർആന്റെ പാതയിലായിരിക്കും. അല്ലാത്ത ഇല്ലേ ദുനിയാവിലോട്ട് കൂടുതലൊരു ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അടിച്ചുപൊളിയും ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഖുർആനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പഠനവും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, നിസ്കരിക്കണം, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ബഹളങ്ങളോട് ആഘോഷങ്ങളോടൊരു വല്ലാത്തൊരു ഇഷ്ടം കൂടി പോകുന്ന ഒരു അത് കുട്ടികൾ മാത്രമല്ല, നമ്മൾ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയാം. അത് വെറുതെ പറയാം. എന്തൊക്കെ അറിവും കാര്യങ്ങളും കിട്ടിയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളോടൊരു വല്ലാത്ത ഇഷ്ടം. നമ്മൾ അതിൽ നിന്ന് നമ്മുടെ നമസ്കാരം നമ്മളെ തടയുന്നില്ലേ? അപ്പം നമ്മുടെ നമസ്കാരം ശരിയാവുന്നില്ലേ? വിലയിരുത്തി നോക്കണ്ടേ നമ്മളല്ലേ? അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരും അതേപോലെ തഖ്വയുള്ളവരുമാണെങ്കിൽ നമുക്ക് തടയാൻ സാധിക്കണ്ടേ? നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ? ആദ്യത്തിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ എന്താണ്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ തന്നെ നമ്മുടെ ശ്രമം കൊണ്ട് ഉയർന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ
തത്തക്കൂനായാൽ തഷ്കുറൂനായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, റബ്ബ് നമ്മൾ അങ്ങനത്തേലേക്കൊട്ടൊന്നും പറഞ്ഞേക്കൂല എന്നുള്ളതാണ്. നമുക്കതിനൊന്നും ഒരു സമയം തരൂല, നമുക്കതിനോടൊന്നും വലിയ ഇഷ്ടം തോന്നൂല. അങ്ങനെ ഒരു മനസ്സിലേക്ക് റബ്ബ് നമ്മളെ എത്തിക്കും. റബ്ബ് നമ്മളെ എത്തിക്കട്ടെ, ആമീൻ. ആ ഒരു തഖ്വാ ബോധത്തിലേക്ക് അല്ലേ അള്ളാഹു നമ്മളെല്ലാവരെയും എത്തിക്കുമാറാകട്ടെ, ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ നമ്മൾ പറഞ്ഞ എന്താണ് ആയത്തുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സംഗതി ഉണ്ട്. അതാണ് അടുത്തത് നമ്മൾ എത്തുന്നത്. അതായത് അടുത്ത ആയത്തിൽ തന്നെ, ആയത്തും കൂടി നമ്മൾ ഓതി വെച്ചിരുന്നു അല്ലേ, നമ്മളിങ്ങനെ തഖ്വയും അതേപോലെ തന്നെ ശുക്റും ഒക്കെ ഉള്ള ആൾക്കാരായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ തെറ്റുകളിൽ നിന്നും റബ്ബ് നമ്മളെ തടയും. നമുക്ക് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതെല്ലാം നല്ലത് മാത്രമായിരിക്കും. നമ്മുടെ കൂട്ടും നല്ലതായിരിക്കും. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും നമുക്ക് നല്ലത് മാത്രമായിരിക്കും. ഖുർആനായിരിക്കും, കാര്യങ്ങളായിരിക്കും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുക, നമുക്ക് പറയാനും ഉണ്ടാവുക. സുബ്ഹാൻ, അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ അതിലേ. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. ദുനിയാവിലെ കാര്യങ്ങളല്ല സംസാരിക്കാനുണ്ടാവുക, റബ്ബിനെ കുറിച്ചാണ്. ആര് മെസ്സേജ് അയച്ചാലും ആര് വിളിച്ചാലും അല്ലേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ കൂടുതലും അല്ലേ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരായത്ത് അല്ലെങ്കിൽ ഹദീസ് അല്ലെ ആ ക്ലാസ് ഈ ക്ലാസ് ഇങ്ങനെയൊക്കെ പറയാനുണ്ടാവും. എന്നിട്ട് അതിലൂടെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടി, അല്ലാ ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല, ഈ ഒരു ദുആ. അങ്ങനെ സുബ്ഹാനല്ലാഹ്, നമ്മൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തായി, നമ്മൾ അള്ളാഹുമായിട്ടൊരു വല്ലാത്തൊരു അടുപ്പം വരുന്നവരായിട്ട് മാറി. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിനെ കുറിച്ചും ഈ ഒരു കാര്യത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ, റമളാനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്ന ആയത്താണ് ഇതില്ലേ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലിനോട് പറയാണ്, എൻ്റെ അടിയാന്മാർ ദാ നമ്മളൊക്കെ ചോദിക്കും റബ്ബ് എവിടെയാണ്, നമുക്കൊക്കെ ചോദ്യമാണ് റബ്ബ് എവിടെയായിരിക്കും, റബ്ബ് എവിടെയുണ്ട്. നിശ്ചയമായും ഞാൻ ഏറ്റവും അടുത്ത് തന്നെയുണ്ട്, സമീപസ്ഥൻ, ഏറ്റവും നിയർ അല്ലേ, ഏറ്റവും അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞോ അവരോട് ചോദിക്കുകയാണെങ്കിൽ. അതിവിടെ തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ്, നമ്മളോട് പറയാണ് അല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വെച്ച് തുടങ്ങിയതല്ലേ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ദാ നമ്മളെ അടുത്ത് തന്നെ നമ്മളെ റബ്ബ് ഉണ്ട്. എന്നിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടോ റബ്ബിനെ? ഉണ്ടോ? മനസ്സറിഞ്ഞ് നമ്മൾ വിളിക്കുന്നുണ്ടോ? നമ്മൾ ആരോടല്ലോ പറയൂലേ, നിങ്ങൾ ദ്വാരക്കണേ എന്നൊക്കെ പറയും. ആ കാര്യം ഈ കാര്യം എന്ന് എന്നിട്ട് ഓടി നടക്കും നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. എല്ലാ നിസ്സാരമായ കാര്യങ്ങൾക്ക് നമ്മൾ ചോദിക്കേ. അതല്ല റബ്ബല്ലേ ഈ പറയുന്നത്, വേറെ ആരോ ആണോ? വേറെ ഒരാളും അല്ല പറയുന്നത്, റസൂലും അല്ല പറയുന്നത്, അള്ളാഹ് തന്നെ പറയാണ്. നീ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞിട്ട് റസൂലിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞല്ലേ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാ. എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ വിളിക്കുന്നവൻ്റെ വിളിക്കുത്തരം നൽകുന്നതാണ്. നമ്മൾ ചോദിച്ചാൽ മതി. പക്ഷേ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു ബന്ധം നമ്മളും റബ്ബും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മളുടെ വിജയം. സുബ്ഹാനല്ലാഹ്, നോമ്പിലൂടെ ഖുർആനിലൂടെ നമ്മൾക്ക് ആ ഒരു അള്ളാഹുവുമായിട്ടുള്ളൊരു വല്ലാത്തൊരു ബന്ധത്തിലേക്ക് നമ്മൾ എത്തണം. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്തും നമുക്ക് തരുന്ന റബ്ബ് അല്ലേ, അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു കണക്ഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്, ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അവർ നേർവഴി പ്രാപിച്ചു, അതും പറയുന്നുണ്ട് അല്ലേ. അവരെനിക്ക് ഉത്തരം നൽകുകയും അവർ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അത്രയൊക്കെ ഉള്ളൂ. റബ്ബ് പറയും പോലെ റബ്ബ് എന്താണ് പറയുന്ന കാര്യങ്ങൾക്ക്, നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ, അത് നമ്മൾ കേൾക്കുക. നമസ്കാരത്തിലേക്ക് വിളിക്കുന്നു, നമസ്കാരത്തിന് കറക്റ്റായിട്ട് നമ്മൾ അതെല്ലാം ചെയ്യുക. വിശ്വാസം ഊട്ടി ഉറപ്പിക്കുക ഖുർആനിലൂടെ. പിന്നെയും നമ്മൾ ഇൽമ് നേടിക്കൊണ്ട് നമ്മളുടെ യഖീൻ, ദൃഢമായ വിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ആരായി, നേരെ പറഞ്ഞ അല്ലേ നേർവഴി പ്രാപിക്കുന്നവരായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്, എല്ലാം കണക്റ്റഡ് ആണ് അല്ലേ. നമ്മൾ അള്ളാഹിനോട് ചോദിച്ചത് ആദ്യം എന്താ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേർവഴി തന്നെയാണ് നമ്മൾ ചോദിച്ചത്. അതൊക്കെ തന്നെ ഇങ്ങനെ വഴിക്ക് നമുക്ക് ഇങ്ങനെ റബ്ബ് കിട്ടാനുള്ള വഴികളാണ് നമുക്ക് ഇങ്ങനെ മുന്നിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് പിന്നെ ചോദിക്കുന്നത് എന്തും കിട്ടുന്ന അതിനുള്ള ഓരോ എക്സാമ്പിൾസ് നമുക്ക് ഖുർആനിൽ റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരൊക്കെയോ പറയുന്നതായിക്കൊണ്ട് അല്ലേ, ആരൊക്കെയോ പറയുന്ന അതിപ്പോ മുസാ നബി ചോദിച്ചിട്ട് കിട്ടിയല്ലേ, മുസാ നബി അള്ളാഹുമായിട്ട് ഭയങ്കര അടുത്ത ആളല്ലേ. അല്ലെങ്കിൽ പിന്നെ അയ്യൂബ് നബി പ്രാർത്ഥിച്ചതല്ല, അയ്യൂബ് നബി അങ്ങനെ ആയിരുന്നല്ലോ, ക്ഷമയുടെ ഭയങ്കരതായിരുന്നല്ലോ, അതുകൊണ്ടല്ല അങ്ങനെ കിട്ടിയത്. അങ്ങനെയാണോ? അവർക്ക് മാത്രമേ അള്ളാഹു ഉത്തരം കൊടുക്കൂ എന്നാണ് അവിടെ പറഞ്ഞത്?
പ്രവാചകന്മാർക്ക് മാത്രമേ ഉത്തരം നൽകൂ എന്നാണോ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ റബ്ബ് പ്രവാചകന്മാർക്ക് മാത്രം അല്ലേ, ഓരോരോ പ്രവാചകന്മാർക്ക് മാത്രമേ ഉത്തരം നൽകൂ എന്നല്ലല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ ആയത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിന്റെ അടിയാന്മാരാരാ? നമ്മളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളുടെ അടുത്ത് തന്നെ റബ്ബുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ചോദിച്ച് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ റബ്ബിന്റെ അടുത്തുനിന്ന്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നിസ്സാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് കുറച്ച് ആയത്തുകൾ അല്ലേ, ഇങ്ങനെ നമുക്കും ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് ഓർത്തെടുത്ത് റബ്ബിനോട് ചോദിക്കുകയും നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആയത്തുകളിലൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഈ പറഞ്ഞു വന്നത് എന്താണ്? റബ്ബും നമ്മളും തമ്മിൽ അല്ലേ ഈ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഈ റമദാനിലൂടെ നമുക്ക് സാധിക്കണം. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ ഖുർആൻ ഇറങ്ങിയ ഈ ഒരു മാസത്തിൽ ഖുർആനിനെ അടുത്തറിഞ്ഞുകൊണ്ട്, അതാണ് നമ്മുടെ വിഷയം. ഖുർആനിലേക്ക് ഇറങ്ങിക്കൊണ്ട്, ഖുർആന്റെ മാസമായ ഈ ഒരു റമദാൻ മാസത്തിൽ ഖുർആനിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം വളരെയധികം ശക്തമാക്കിക്കൊണ്ട് എന്താണ് അല്ലേ ആ ഒരു കയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിച്ചാൽ നമുക്കെല്ലാം വാങ്ങിയെടുക്കാൻ സാധിക്കും. അങ്ങനെ വാങ്ങിയെടുത്ത ഓരോ പ്രവാചകന്മാരുടെയും അല്ലേ ദുആകളും അവരുടെ ഓരോ ഘട്ടങ്ങളിൽ അവർ റബ്ബിനോട് ചോദിച്ച് നേടിയെടുത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ഖുർആനിൽ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു തഖ്വ കൂടുക. നമുക്കും റബ്ബ് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ മൂസാ നബി ചോദിച്ചതുപോലെ എനിക്കും ചോദിക്കാലോ അല്ലേ, അയ്യൂബ് നബി ചോദിച്ചതുപോലെ എനിക്കും ചോദിക്കാലോ, ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ എനിക്കും പറയാലോ. എൻ്റെ കാര്യങ്ങളും എൻ്റെ അടുത്ത് തന്നെയല്ലേ റബ്ബുണ്ട്. റബ്ബ് പറഞ്ഞല്ലേ എന്തുണ്ടാക്കിയെടുക്കണം? നമ്മൾ ഈ തഖ്വ നമ്മൾ ഈ റമദാനിൽ ഉണ്ടാക്കിയെടുക്കണം. റബ്ബുമായിട്ടുള്ള ആ ഒരു അടുപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മൾക്ക് ഇനി ഈ റമദാനിൽ ചെയ്യാനുള്ളത്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ദുആ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മൂസാ നബിയുടെ ദുആ അല്ലേ, സൂറത്തുൽ ഖസസിൽ അല്ലേ അള്ളാഹു നമുക്ക് വിവരിച്ച് തന്നിട്ടുള്ളൊരു ദുആ ആണ് അല്ലേ. അത് മനസ്സറിഞ്ഞ്, അതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സറിഞ്ഞ് ഇതെന്താണ് അല്ലേ, എന്താണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്, എന്താണ് ഈ പറയുന്നത് എന്നുള്ള ആ ഒരു ഇഷ്ടത്തോടു കൂടി ആയിരിക്കണം റബ്ബിനോട് ചോദിക്കേണ്ടത്. വെറുതെ കുറേ ദുആകളുടെ ലിസ്റ്റ് ഉണ്ടാവും, ഇഷ്ടം പോലെ ദുആകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ എന്തോ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്തേ കിട്ടിയോ ചോദിച്ചോ ഒന്നുമില്ല. 2 ദുആകൾ അല്ലെങ്കിൽ 2 ആയത്ത് അത് മനസ്സറിഞ്ഞ് നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് ചോദിക്കാം. എന്നിട്ടൊന്ന് നോക്കൂ നമ്മൾ എത്ര റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ എന്തും എല്ലാ ജീവിതവും അല്ലേ നമ്മുടെ ജീവിതത്തിൽ അല്ലേ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും മാറ്റിമറിക്കാൻ പറ്റിയ ശക്തമായ പ്രാർത്ഥന എന്നാണ് ആ ഒരു ഹെഡിങ് ആയിട്ട് ഇവിടെ ഞാൻ ആ ദുആ എടുത്തപ്പോൾ കിട്ടിയത്. ശരിക്കും അത് സത്യമാണ്. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ വെച്ചാൽ മൂസാ നബീൻ്റെ ഒരു ചരിത്രം നമുക്കറിയാലോ, സൂറത്തുൽ ഖസസ് വായിച്ചവർക്ക് അറിയാലോ. മൂസാ നബി ആകെ അറിയാതെ അവിടെ നിന്നൊരു അതൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ പ്ലാനിങ്സ് ആണ് അല്ലേ. ഒരാളെ അറിയാതെ തട്ടിയപ്പം അയാൾ വീണ് മരണപ്പെട്ടു പോയി. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് മദീനയിലോട്ട് പോയി. അവിടെ ഒന്നുമില്ല അല്ലേ, വീടില്ല, ഭക്ഷണമില്ല, കുടുംബമില്ല, ജോലിയില്ല അല്ലേ, ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്ന് പറയുന്ന ഒരു അതുപോലെ അങ്ങനെ മൂസാ നബി അങ്ങനെ എത്തിപ്പെട്ടത് മദിയനിലാണ്. ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ ഇരിപ്പാണ്. അപ്പം 2 പെൺകുട്ടികൾ അല്ലേ അവർ ആടിന് വെള്ളം കൊടുക്കാനായിട്ട് വന്ന് അപ്പം അവർക്ക് പറ്റുന്നില്ല, ആണുങ്ങളാണ് നിറയെ ഉള്ളത്. അപ്പം മൂസാ നബി ഞാൻ തന്നെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക, ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് തന്നെ എപ്പോഴും ടെൻഷനാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ആൾക്കാരങ്ങനെയല്ലേ, ആൾക്കാരെന്തെങ്കിലും ഒരു സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർത്താനോ പറഞ്ഞു വരുമ്പം പറയും ഞാൻ തന്നെ ആകെ പ്രശ്നത്തിലാണ്, അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം നിങ്ങളെ കാര്യം എനിക്ക് അല്ലാണ്ട് തന്നെ എൻ്റെ തലക്ക് മാത്രം തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അസ്തഗ്ഫിറുല്ലാഹ്. ഓരോ വർത്താനം പറഞ്ഞു വരും, നമ്മൾ തന്നെ ഇങ്ങനെ ഓരോ വിഷയത്തിലാണെന്ന് പറയും. അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ആവരുത് നമ്മൾ. അതല്ലേ മൂസാ നബി നമുക്ക് പഠിപ്പിച്ച്. അതായത് ഈ ഒരു ചരിത്രത്തിലൂടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ടല്ലോ. മൂസാ നബി ഞാനിങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാനിവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഞാൻ കുറേ സുജൂദ് ചെയ്ത് റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും കിട്ടായിരിക്കും ഇല്ല അല്ലേ. പ്രാർത്ഥന വേണം, പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനവും. മൂസാ നബി എന്താ ചെയ്തേ? മൂസാ നബി ആ പെൺകുട്ടികളെ ആ ഒരു വയ്യായ്മയിലും അല്ലേ ക്ഷീണത്തിലുമൊക്കെ എന്ത് ചെയ്തു?
സഹായിച്ചു, അവർക്ക് ആടിന് വെള്ളം കൊടുക്കാൻ വെള്ളം എടുത്തു കൊടുത്തു, ഒക്കെ സഹായിച്ചു. എന്നിട്ട് പിന്നെയും അവരോട് എന്തെങ്കിലും ചോദിച്ചോ, എനിക്ക് എന്തെങ്കിലും തരുമോ, ഇതിന് പകരമായിട്ട് എനിക്ക് ഒത്തിരി ഭക്ഷണം തരുമോ, അല്ലെങ്കിൽ വെള്ളം തരുമോ, അല്ലെങ്കിൽ അത് തരുമോ, ഇത് തരുമോ, എനിക്ക് എന്തെങ്കിലും ജോലി, ഒന്നും ചോദിച്ചില്ലല്ലോ. അവരെ ഹെൽപ്പ് ചെയ്ത് ഇപ്പുറത്ത് വന്നിരുന്ന് ചോദിച്ചു. നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. അതാണ് നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത് റബ്ബ്. ഇങ്ങനെയുള്ള കഥകളിലൂടെ ആയത്തുകൾ, പ്രോഫറ്റ്സിന്റെ കഥകളൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ വായിച്ച് പഠിക്കാൻ വേണ്ടി തന്നതല്ല. അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ആടിന് വെള്ളം കൊടുക്കാനൊന്നുമില്ലല്ലോ നമ്മൾ വിചാരിക്കേണ്ട. നമുക്ക് നമ്മുടെ ചുറ്റിലും നമുക്ക് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ചെയ്യണം. അതെന്ത് കാര്യമായാലും എന്നോടൊരു ഹെൽപ്പ് ചോദിച്ചു, ഞാൻ ചെയ്തു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ റബ്ബുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഒരാളുടെ ആവശ്യം കണ്ടാൽ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. അവിടെയാണ് റബ്ബ് നമുക്ക് വഴി തുറക്കുക. മൂസാ നബിക്ക് ഈ ഒരു ദുആ അല്ലേ, ഈ ഒരു കാര്യം ചെയ്തു വന്ന് മർത്തണിൽ ഇരുന്ന് ഇതത്ര മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കി തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനായിരുന്നു. ഏതെന്നൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ചോദിക്കാം അങ്ങനെ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ദുആക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞൊന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും ആവശ്യങ്ങൾ അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും ആവശ്യങ്ങൾ. ആവശ്യങ്ങളില്ലാത്ത ആരെങ്കിലും ദുനിയാവിൽ ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. ദുനിയാവിൽ ആവശ്യങ്ങളില്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർ വേറെ എന്തോ ആയിരിക്കും. ചിലപ്പം ഒന്നുമില്ലാത്ത ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ, എന്താ പറയുക, ഇതിലൊക്കെ നടക്കുന്ന ദർഗകൾക്കുന്ന ഫക്കീറന്മാർ, അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യങ്ങളുണ്ട്. അപ്പം ചില സമയത്ത് നമുക്ക് എന്താ ചോദിക്കണ്ടേന്ന് നിശ്ചയം ഉണ്ടാവില്ല. അപ്പോൾ ചോദിക്കാം, റബ്ബേ എനിക്ക് എന്ത് തന്നാലും, എന്തൊരു നന്മയും അത് നീ, നമ്മുടെ ആവശ്യം എന്താണെന്ന് ആർക്കറിയാം? റബ്ബിനറിയാം. നമുക്ക് ആ ഒരു സമയത്ത് എന്താ വേണ്ടതെന്ന് നമ്മളെ റബ്ബിന് മാത്രമേ അറിയുള്ളൂല്ലോ. അപ്പം നീ എനിക്ക് എന്ത് തന്നാലും ഞാൻ അതിന് അല്ലേ ആവശ്യക്കാരാണ്, ഇതാ ഫക്കീറാണ്. മൂസാ നബിക്ക് എന്തെല്ലാം കൊടുത്തു. അപ്പം തന്നെ ആ ഒരു പെൺകുട്ടി വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി അല്ലേ. എന്നിട്ട് അവിടെ ഷുഹൈബ് നബിയുടെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി ജോലി കൊടുത്തു. എനിക്ക് പ്രായമായിരിക്കുന്നു, ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം, തോട്ടം കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. അവരുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. കുടുംബമായി, വീടായി, എല്ലാ സൗകര്യങ്ങളുമായി തിരിച്ച് പോകുന്ന സമയത്ത് അല്ലേ പ്രൊഫസിയും അള്ളാഹ് കൊടുത്തു, പ്രവാചകത്വവും കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അതാണ് എന്തെല്ലാം ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാം ഒരു ദുആ കൊണ്ട്. നമ്മളിതൊക്കെ മൂസാ നബി പ്രാർത്ഥിച്ചു, മൂസാ നബിക്ക് കിട്ടി, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് നമ്മൾക്ക് തെറ്റ് പറ്റുന്നത്. വെറുതെ ഇങ്ങനെ റബ്ബ് നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ റബ്ബിനോട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഖതം തീർത്ത് ഓതിപ്പോയി നമുക്കൊന്നും കിട്ടുന്നില്ല. ഖുർആൻ ഖതം ചെയ്യണം റമദാനിൽ, സുബ്ഹാനല്ലാഹ്, ഒരു പ്രാവശ്യമെങ്കിലും. അത് നമ്മൾ നിയത്ത് വെക്കണം, അത് നമ്മൾ ചെയ്യാൻ വേണം. പക്ഷേ ഖുർആനെ പഠിക്കാൻ ഇതുപോലെ ഒരായത്തിന് ഒരു ദുആ ഖുർആനിൽ പറഞ്ഞതിനെ നമ്മൾ തദബ്ബുർ ചെയ്യണം, മനസ്സിലാക്കണം. എന്നിട്ട് ആ ഒരു ദുആ വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, തട്ടി മാറ്റി, എന്താ പറയുക അല്ലേ, നമ്മൾ അതുകൊണ്ടല്ലേ ദുആ ഇസ് ദ വെപ്പൺ ഓഫ് ബിലീവർ, അങ്ങനെയല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് ഒരു ആയുധമാണ്. ഖുർആന്റെ ഓരോ ആയത്തുകളും അതെ. ഖുർആൻ തന്നെ നമുക്ക് എന്താണ് അല്ലേ, മൂസാ നബിക്ക് വടി ഉണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ. അറ്റം മുട്ടി ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ. എന്താണ് മൂസാ നബി നമ്മളെ ഫിറൗന്റെയും കടലിന്റെയും നടുക്കെത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്താ പറഞ്ഞത്? ആയത്തുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ട്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ സൂറത്ത് ഷുറായിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഒരു, നമ്മൾക്കറിയാം ഓരോ സൂറത്തുകളിൽ നമ്മൾ ചിലപ്പോൾ ഈ ചരിത്രം പിന്നെയും പിന്നെയും പഠിക്കുന്നുണ്ടാവും അല്ലേ. കടലിന്റെയും ഫിറൗന്റെയും അല്ലേ നടുക്കായിരുന്നു. ബേജാറായോ? എന്തെങ്കിലും എന്താക്കും എന്ന് വിചാരിച്ച് ബേജാറായില്ല. എന്ത് ചോദിച്ചുള്ളൂ? എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് എന്തായാലും വഴി കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്. റസൂൽ അല്ലാഹ് എന്താ പറഞ്ഞ, വടി വെച്ച് നീ ഒന്ന് അടിക്ക് അല്ലേ, വഴി കാണിച്ചു കൊടുത്തില്ലേ? നമുക്കും ഉണ്ട് വടി ഇതുപോലെ. ഈ ദുആ നമ്മൾക്ക് ഈ ഒരു അല്ലേ, ഈ ഒരു വാക്ക് നമ്മളുടെ ഒരു വടിയല്ലേ. അതായത് ഖുർആൻ എന്താണ്, നമ്മളുടെ ഒരു വടിയാണ്. നമ്മൾ അത് വെച്ച് ജീവിതത്തിൽ ഇങ്ങനെ അടിക്കണം, നമ്മൾ മുന്നോട്ട് നീങ്ങണം. നമുക്ക് വഴി റബ്ബ് അങ്ങോട്ട് കാണിച്ചു തരിക ചെയ്യുക. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് വഴി കാണിക്കും. നമ്മൾ എവിടെയും വഴിമുട്ടി പോകുന്നില്ല അല്ലേ. ഇപ്പോഴൊക്കെ ആളുകൾക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. എല്ലാവരും പറച്ചിൽ എന്താണ്,
എപ്പോഴും ഒരു സങ്കടവും വിഷമവും ഡിപ്രഷനും അത് ഇത് ഖുർആൻ പഠിക്കുന്നവർ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തൊക്കെയോ പ്രശ്നങ്ങൾ. പിന്നെ അപ്പോൾ റബ്ബ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതിലെന്താ ആർക്കൊരു വിശ്വാസമില്ലേ? റബ്ബ് പറഞ്ഞിരിക്കുന്നു, എത്രയോ ആയത്തുകളിലായിട്ട് പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഹുദായെ പിൻപറ്റുക. പല കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. ഒരുപാട് ആയത്തുകളുണ്ട്, എല്ലാം ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 1-2 ആയത്തുകൾ മാത്രം ഇവിടെ ഉണ്ട് അല്ലേ. നബിയും അല്ലേ ഭൂമിയിലേക്ക് വിട്ടു, ഖലീഫയായിക്കൊണ്ട് ഭൂമിയിലേക്ക് വിട്ടപ്പോൾ പറഞ്ഞു വിട്ട ഒരു കാര്യമുണ്ട്. നബിയോട് മാത്രം പറഞ്ഞതാ? അല്ല, നമ്മളോട് എല്ലാവരോടും അല്ലേ ഈ പറയുന്നത്. നിങ്ങൾ മുഴുവനും അല്ലേ അതായത് റബ്ബിന്റെ അടുത്ത് നിന്ന് മാർഗദർശനം നിങ്ങൾക്ക് വരുന്ന പക്ഷം തീർച്ച തന്നെ അതിന്റെ ആര് പിൻപറ്റിയോ അവർക്കൊരു ബേജാറും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഖൗഫ് പേടിയും ഇല്ല അല്ലേ. ഹൗഫും ഹുസ്നും തദബ്ബുർ ചെയ്യുന്ന ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹൗഫ് എന്ന് വെച്ചാൽ പേടിയാണ് അല്ലേ, പേടി. നാളെ എന്താവും അല്ലേ, ഇനി എന്താവും, എൻ്റെ മക്കളെന്താവും, അതോ വീടുണ്ടാക്കാനുണ്ട്, ആകെ പ്രശ്നങ്ങൾ, മക്കളുടെ കല്യാണം, അങ്ങനെ എന്തെല്ലാം പേടികൾ ദുനിയാവിൽ ആൾക്കാർക്ക്. സുബ്ഹാനല്ലാഹ്. ഹുസ്ൻ എന്താണ്? മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ, ബേജാറ്, ഈ പറഞ്ഞ പോലെ ഡിപ്രഷനോ സ്ട്രെസ്സോ ആങ്സൈറ്റി, എന്തെല്ലാം കാര്യങ്ങളാണ്. കൗൺസിലിങ്ങിന് പോവുക, അതിന് പോവുക, ഇതിന് പോവുക. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഇപ്പോൾ കുറച്ച് അധികമായിട്ടില്ലേ? പക്ഷെ റബ്ബ് നമ്മളോട് പറയുന്നുണ്ട് എന്ത്? ഒരു ബേജാറും വേണ്ട. എന്താ? ഒരു ബേജാറും ഉണ്ടാവില്ല. എന്ത് ചെയ്താൽ ഈ ഒരു ഖുർആനിനെ റബ്ബിന്റെ ഈ ഒരു മാർഗദർശനത്തെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് റബ്ബിന്റെ ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഉറപ്പില്ലേ? റബ്ബ് പറഞ്ഞ അല്ലേ, നമുക്ക് റബ്ബിൽ വിശ്വാസമുണ്ട്, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, നമ്മളിങ്ങനെ കൂലി കിട്ടാൻ വേണ്ടി ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്രയോ പ്രാവശ്യം. ഇനി ഓതുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിക്കുമ്പോൾ ദാ റബ്ബ് എന്താ എന്നോട് പറയണത്? അതേപോലെ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, എന്താ പേടിയും ഉണ്ടാവില്ല, വ്യസനം ഉണ്ടാവില്ല റബ്ബ് പറയണല്ലോ. എന്ത് ചെയ്താലാണ്, എന്താ ഞാൻ ചെയ്യേണ്ടേ, എന്താ ഞാൻ ശ്രദ്ധിക്കണ്ടേ? അത്തരത്തിൽ ഖുർആനിലെ ആയത്തിലേക്ക് നമ്മൾ നോക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് നമ്മൾ ഖുർആനിനെ കാണേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഓതി വിടാൻ വേണ്ടി മാത്രം റബ്ബ് നമുക്കിത് തന്നതല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുന്നവരാവരുത്. ഞാൻ എന്തിനാ നിങ്ങൾക്ക് റബ്ബിൻ്റെ ഈ ഖുർആൻ പഠിക്കാൻ നിങ്ങൾ നോക്ക്, ഖുർആൻ തദബ്ബുർ ചെയ്യ്, നിങ്ങൾക്ക് ബേജാറും ഉണ്ടാവില്ല, പ്രശ്നവും ഉണ്ടാവില്ല, ഒരു വിഷമങ്ങളും ഉണ്ടാവില്ല. എന്ത് ചോദിച്ചാലും റബ്ബ് തരുകയും ചെയ്യും അല്ലേ. സുബ്ഹാനല്ലാഹ് അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹും റസൂലും കൂടി ഇരിക്കുമ്പോൾ അല്ലേ സമാധാനിപ്പിച്ച അതും ഇവിടെ നമുക്ക് ഖുർആനിൽ റബ്ബ് തന്നിട്ടുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആരെങ്കിലും ബേജാറ് പറയാണ് നമ്മളോട് അല്ലേ, അപ്പം നമുക്കറിയാലോ ഖുർആനിൽ റബ്ബ് പറഞ്ഞിട്ടില്ലേ, എന്തിനാ ബേജാറാണ്, റബ്ബ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ. നമുക്ക് ആരോടെങ്കിലും അങ്ങനെ പറയാൻ സാധിച്ചെങ്കിൽ അൽഹംദുലില്ലാ, റബ്ബിൻ്റെ ആയത്തിനെ നമ്മൾ അങ്ങനെ കണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾക്ക് പറ്റണം അല്ലേ. എന്തൊരു സന്തോഷം. വേറെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ കൗൺസിലിങ്ങിന് പോയി വെക്ക്, അല്ലെ അവരുടെ അടുത്ത് പോയി അല്ലെ ഇവിടെ പോയി വെക്ക് അല്ലേ. അല്ലെ ഇപ്പൊ എത്ര തൗഹീദ് ഇതൊക്കെ പറഞ്ഞാലും ചിലരുണ്ട് അവസാന ഘട്ടത്തിൽ ആരെങ്കിലും എടുത്ത് പോയി നോക്കാന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്തിനാണ് ബേജാറാവണത്? റബ്ബ് ഉണ്ട് കൂടെ. ആരാ പറയണേ? റബ്ബന്നെ ഈ പറയണേ. എന്നിട്ടോ ആൾക്കാർക്ക് അതൊരു എന്താ ഖുർആൻ ഓതിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്, എന്നിട്ട് ബേജാറിനൊരു കുറവില്ല. അവിടെ പറയണ്ട ഇവിടെ പറയണ്ട, ഈ പറഞ്ഞ പോലെ അതിന് പോകണ്ട് ഇതിന് പോകണ്ട്. റബ്ബിന്റെ വാക്കിൽ നമുക്ക് എന്താ, നമ്മൾക്ക് യഖീൻ അത് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് നമ്മൾ ഖുർആനുമായിട്ട് അത്രയും ബന്ധം. അതാണ് മനസ്സ് തുറന്നു വെച്ചാലേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. ഈ ഒരു ആയത്തുകളിലൂടെ നമുക്ക് വഴി കിട്ടുള്ളൂ, ആ വഴി നമുക്ക് തുറക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമുക്ക് റബ്ബ് ആ ഒരു തരത്തിൽ ഇല്ല. നമുക്കറിയാം നമ്മുടെ മനസ്സൊക്കെ ചിലപ്പോൾ പറയും ചിലർ എന്താണ് ഭയങ്കരമായിട്ട് കത്തുന്നു അല്ലേ, ഭയങ്കര ബേജാറാണ്, എന്താ പറയുക, മനസ്സാകെ കത്തി നീറാണ്, ഭയങ്കര ടെൻഷൻ, പല കാര്യങ്ങളുണ്ടാവും ദുനിയാവിൽ. നമുക്ക് പരീക്ഷണങ്ങളില്ലാത്ത ആൾക്കാർ ആരാ ഉള്ളത്? വയ്യാത്ത മക്കളുണ്ടായിരിക്കാം, ഭർത്താവിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിൽ നിന്നുള്ള പല കാര്യങ്ങളായിരിക്കാം, വീട്ടിനുള്ളിൽ തന്നെ പ്രയാസങ്ങളായിരിക്കാം, വീട്ടിന് പുറത്തിറങ്ങിയിട്ടുള്ള കാര്യം, ജോലിയുടേതായിരിക്കാം, സാമ്പത്തികമായിരിക്കാം അല്ലേ. സുബ്ഹാനല്ലാഹ്. കത്തുന്ന അല്ലേ ശരിക്കുള്ള കത്തുന്ന തീയിലേക്ക് ഇബ്രാഹിം നബീനെ ഇട്ടപ്പോൾ ഇബ്രാഹിം നബി എന്താ പറഞ്ഞേ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. എന്നിട്ട് എന്താ റബ്ബ് ആക്കി കൊടുത്തേ? സുബ്ഹാനല്ലാഹ്.
എനിക്ക് റബ്ബ് മതി. വേറെ ആരോടെങ്കിലും പറഞ്ഞോ എന്നെ തീയിലിടല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞോ? ഇല്ലാലോ. നമ്മളറിയാം നമ്മുടെ ജീവിതം എങ്ങനെ ആയിപ്പോയോ, എന്താണ് ഇനി ഒരു വഴിയില്ല, ഞാൻ എന്താക്കോ അതാക്കോ ഇതാക്കോ. നമുക്ക് എന്താ ഒരു ഉറപ്പ്? ആ ഒരു തവക്കുലിൻ്റെ ശക്തി നമുക്ക് കിട്ടാത്തത് എന്താണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. നമ്മൾ ചിലപ്പോൾ രാവിലെ വൈകുന്നേരം അല്ലേ ദിക്റുകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാവും, റബ്ബുൽ അർശിൽ അലീം ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാവും. പക്ഷെ എന്താ അത് പറച്ചിൽ മാത്രമായിട്ട് മാറാണ്. നമ്മളെ ഹൃദയത്തിൽ നിന്നൊന്നും ഇതൊന്നും ഇല്ല. അള്ളാഹുവായിട്ടുള്ള ആ ഒരു ബന്ധം വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ ആ ഒരു എന്ത് ചോദിച്ചാലും കിട്ടുന്ന തരത്തിലുള്ളൊരു ബന്ധം നമ്മളും അള്ളാഹും തമ്മിൽ ഉണ്ടാക്കി നമ്മൾ എടുത്തിട്ടില്ല. ആ ഒരു ഇത് എന്താ പറയുക, ബന്ധം എന്ന് വെച്ചാൽ നമ്മൾ പറയും നമ്മളിങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ, ആക്കണ്ടല്ലോ, അതല്ല. എൻ്റെ റബ്ബ് ഞാൻ ചോദിച്ചാൽ എനിക്ക് തരും. എനിക്ക് റബ്ബ് മതി. ആ മതി എന്ന് പറയുമ്പോഴുള്ള ഒരു ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പ് ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുന്നുള്ളൂ ഇത്തരത്തിൽ സമാധാനവും തണുപ്പുമായിട്ട് മാറുള്ളൂ. കത്തുന്ന തീനെയാണ് ഇബ്രാഹിം നബിക്ക് എന്താക്കി കൊടുത്തത് റബ്ബ്, അല്ലേ? തണുപ്പും സമാധാനവും ആക്കി കൊടുത്തത്. നമ്മളെ മനസ്സിലെ തീ കെടുത്താൻ എന്താ റബ്ബിന് പറ്റൂലേ? റബ്ബിനല്ലേ പറ്റുള്ളൂ. പിന്നെ എന്താണാവോ അല്ലേ നമ്മുടെ തീ കെട്ടുപോകാത്തത്? കത്തിക്കൊണ്ടേയിരിക്കുകയാണ്, നീറിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്രയോ നമുക്ക് നോക്കാനുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നമ്മളെന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി അല്ലേ? നമുക്കറിയാം എന്താണ് യൂനുസ് നബി ഒരു ചെറിയ ഒരു ഇത് വന്നു പോയി, അങ്ങനെ തിമിംഗലം വിഴുങ്ങി. അപ്പോൾ ഇരുട്ടിലാണ് ആകെ അല്ലേ, ഒരു ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ, ഇങ്ങോട്ടാ പോകണ്ടേ എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തൊരവസ്ഥ. നമുക്ക് ചോദിച്ചൂടെ അല്ലേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ പറ്റിപ്പോയി റബ്ബേ. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ അറിയാതെ എന്തെങ്കിലും പരിധി വിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ കൂടി എന്തെങ്കിലും പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ടുപോവുകയോ സംസാരിച്ചു പോവുകയോ ദേഷ്യം പിടിച്ചു പോവുകയോ ചെയ്താൽ ആകെ നമ്മൾ പിന്നെ അതാലോചിച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഉള്ളതും ഇല്ലാതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യനാണ്, അള്ളാഹ്ക്ക് അറിയാലോ മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ടല്ലേ റബ്ബ് ഇതുപോലെ പ്രോഫറ്റ്സ് പോലും അല്ലേ, പ്രവാചകന്മാർ പോലും അവരുടെ തെറ്റ് പറ്റിപ്പോയിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചോദിച്ചൂടെ? ചോദിക്കാനല്ലേ റബ്ബ് ഇത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ചോദിക്കേ, ഞാൻ വഴിമുട്ടി, എന്താ ഞാൻ ചെയ്യേണ്ടത്? റബ്ബിനോട് ചോദിക്കാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്തൊരു അല്ലേ, അതാ ഞാൻ പറയുന്നത്, അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. റബ്ബേ എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് തെറ്റ് പറ്റിപ്പോയി, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാ, ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാ അല്ലേ. ഞാൻ കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അങ്ങനെ ഒരു ദുൽമ അല്ല ആയിപ്പോയതാണ്. നീ ആരാണ്? ഏറ്റവും നീ അല്ലാണ്ട് ആരും ഇല്ല എനിക്ക്. സുബ്ഹാനക ഇന്നി. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? റബ്ബ് നമുക്ക് വഴി കാണിക്കൂലേ? യൂനുസ് നബീനെ എങ്ങോട്ട് എത്തിച്ചു റബ്ബ്? സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ ആയത്തുകൾ ഇങ്ങനെ വായിച്ചു പോകും, ദുആകൾ ഇങ്ങനെ എഴുതി വെച്ച ദുആകൾ ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് പ്രകാരം ഇങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? കുറേ റബ്ബന ദുആകൾ, കുറേ ആ ദുആകൾ, കുറേ ഈ ദുആകളൊക്കെ അല്ലേ. മനസ്സറിഞ്ഞ് നമ്മൾ ഒരു ദുആ പറയുക, അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. എല്ലാ ദുആകളും പറയണ്ടെന്നല്ല കേട്ടോ, എല്ലാ ദുആകളും അറിയുന്നവരാണെങ്കിൽ അർത്ഥം അറിഞ്ഞിട്ട് ഇതുപോലെ മനസ്സറിഞ്ഞ് തന്നെ നമ്മൾ ദുആ ചെയ്യുക അല്ലേ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ അംബിയായിൽ നമുക്കറിയാം, വേറൊരു ആയത്തും കൂടി പറയാം, നമുക്ക് കുറേ പറയാനൊന്നും സമയമില്ല ഇൻഷാ അല്ലാഹ്. അയ്യൂബ് നബിയുടെ ദുആ നമുക്കറിയാം അല്ലേ. നമുക്ക് അസുഖങ്ങളാണ്, പ്രശ്നങ്ങളാണ്, കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് അയ്യൂബ് നബി പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചോ? അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞതുപോലെ നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും, ഇന്ന വഴി റബ്ബി സയഹ്ദീൻ എന്ന് നമ്മൾ പറഞ്ഞോ? വിഷമം നമുക്ക് വന്നപ്പോൾ എന്തിനാ റബ്ബ് നമ്മളെ കൂടെ ഉണ്ടല്ലോ നമ്മളോട് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ മുന്നിൽ ക്വസ്റ്റ്യൻ മാർക്കാക്കി വെക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു റമദാൻ മുതൽ ഇതുപോലെ ഖുർആന്റെ ആയത്തുകൾ അത് നമ്മുടെ വഴി കാണിക്കും അല്ലേ. മറ്റുള്ളവർക്കും നമ്മൾ അത് വെച്ചിട്ട് ഞാനാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. ആ ഒരു അറിവിലേക്ക് നമ്മൾ എത്തണം, ആ ഒരു റബ്ബുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ എത്തണം. കാരണം അസുഖങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരാരും ഇല്ല. ഇപ്പം ഭയങ്കരമായി നമുക്കറിയാം, ഒരു വല്ലാത്തൊരു കാലമാണ് അല്ലേ. മുമ്പൊന്നും ഇങ്ങനെ നമ്മൾ അസുഖങ്ങൾ കേട്ടിരുന്നില്ല. എന്തുകൊണ്ടാണോ എന്തോ റബ്ബ് അസുഖങ്ങൾ കൊണ്ട് അല്ലേ എല്ലാവരെയും പരീക്ഷിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തന്നെ ഉണ്ടാവും പലതരം കാര്യങ്ങൾ, അസുഖങ്ങളൊക്കെ തന്നെ. നമ്മൾ മനസ്സറിഞ്ഞ് റബ്ബിൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നീ മസ്സനി അദുർവാൻത അർഹമുർ റാഹിമീൻ. എന്തെല്ലാം പ്രയാസങ്ങളായിരുന്നു, എന്തെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു അയ്യൂബ് നബിക്ക് ഉണ്ടായത്. പക്ഷെ ആകെ എന്താ ചോദിച്ചിട്ടുള്ളൂ റബ്ബിൻ്റെ അടുത്ത്? എനിക്കിതാ. അത് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സിമ്പിളായിട്ടാണ് നമുക്ക് ഇതുപോലെ അല്ലേ പ്രവാചകന്മാർ ചോദിച്ചിട്ടുള്ളത്. നമ്മളും എന്തൊക്കെയോ നുള്ളിപ്പറക്കി പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ കാര്യത്തിന് ഏറ്റവും നന്നായി ആർക്കറിയാം. നമ്മൾ ഇങ്ങനെ നുള്ളിപ്പറക്കി പറയണമെന്നൊന്നുമില്ല, റബ്ബിനൊക്കെ മനസ്സിലാവും. പക്ഷേ ഈ ഒരു ദുആയെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ ഉണ്ടായിരുന്നപ്പം അയ്യൂബ് നബി ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അപ്പം ഞാനും ഇത് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രശ്നങ്ങൾ റബ്ബ് മനസ്സിലാക്കും, എനിക്കത് ശരിയാക്കി തരും, എനിക്ക് വഴി കാണിക്കും, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? റബ്ബിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയാം, നീയല്ലേ ഏറ്റവും കാരുണ്യവാൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവാൻ, വേറെ ആർക്കോ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞു, റബ്ബേ എനിക്കിതാ കഷ്ടപ്പാട്, ഞാനൊരു കഷ്ടപ്പാടിലാണ്. എൻ്റെ കഷ്ടപ്പാട് ആർക്കേ അറിയുള്ളൂ? എൻ്റെ കഷ്ടപ്പാട് റബ്ബിനെ, നിങ്ങളുടെ കഷ്ടപ്പാട് റബ്ബിനെ അറിയുള്ളൂ. എല്ലാവരുടെയും കഷ്ടപ്പാട് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അതാരെന്നൊന്നും ഇല്ലല്ലോ. ദുനിയാവിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും, എല്ലാ മനുഷ്യരുടെയും എല്ലാ മൃഗങ്ങളുടെയും ദുനിയാവിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന നമ്മുടെ റബ്ബ്, അവന് മാത്രമേ അറിയുള്ളൂ. അപ്പം എന്താണ്? മനസ്സറിഞ്ഞ് റബ്ബിനോട് പറയാം, റബ്ബേ മക്കളുടെ കാര്യങ്ങളായിരിക്കാം, നമുക്കൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വല്ലാത്ത വിഷമമായിരിക്കാം, പറയാം എനിക്ക് വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞാൻ റബ്ബേ, എനിക്ക് നീയല്ലേ കാരുണ്യവാൻ, നിനക്കല്ലേ പറ്റുള്ളൂ, നിന്റെ കരുണ കൊണ്ട് എല്ലാം അതിനകത്ത് പെട്ടില്ലേ. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ നമ്മൾ റബ്ബിൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങി അല്ലേ, അള്ളാഹു അടുത്ത് തന്നെ, നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ആ ഒരു അടിയാന്മാരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഖുർആനിലേക്ക് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അല്ലേ, ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും തന്നെ, പലതരത്തിൽ പഠിക്കുന്നവരായിരിക്കും. എന്നാലും തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മുടെ മിഷ്കാത്ത് ഗ്രൂപ്പിൻ്റെ കീഴിൽ നൂറ് സദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തദബ്ബുറുൽ ഖുർആൻ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. അഷമാലിമ, സിനി ടീച്ചർ എല്ലാവരും ഉണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു പഠനം, ആ ഒരു തദബ്ബുർ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് പോകുന്നുള്ളത്. കുറേശ്ശെയായിട്ടേ പഠിക്കുന്നുള്ളൂ. ഏതൊരു തരത്തിലും ഖുർആൻ ഓതാൻ പഠിക്കാനാണോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെയും മനസ്സിലാക്കാനൊക്കെയുള്ള വഴി അതിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ ആ ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കൂട്ടി ഇണക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഏതായാലും എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും വഴിയിലൂടെ ഖുർആൻ തദബ്ബുർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ദുനിയാവും ആഖിറവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികളെയും ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ പഠിപ്പിക്കണം, ഓതാൻ പഠിപ്പിക്കണം. അതതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷേ ഖുർആൻ റബ്ബ് നമുക്ക് എന്തിനാ തന്നിട്ടുള്ളത്? ഖുർആനിനെ തദബ്ബുർ ചെയ്യാനാണ്. തദബ്ബുർ എന്നുള്ള വേർഡ് ഇപ്പം എല്ലാവരും കേട്ടു. പണ്ടൊന്നും നമ്മൾ കേട്ടിട്ട് തന്നെ ഇല്ല. കുറച്ചൊക്കെ മുന്നോട്ടെത്തിയപ്പോഴാണ് ഖുർആൻ്റെ അർത്ഥം വായിക്കുക എന്നുള്ളൊരു ലെവലിലെ പരിഭാഷ എന്നുള്ള എത്തിയത്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് തഫ്സീർ എന്ന് കേട്ടത്. അതിലും കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് തദബ്ബുർ. ഇതാണല്ലോ. പക്ഷേ ഖുർആനിൽ നമ്മൾ എത്ര പ്രാവശ്യം തദബ്ബുർ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ തദബ്ബുർ എന്താണെന്ന് തിരിഞ്ഞിക്കില്ല അല്ലേ, നമുക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടായില്ല. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം ഇപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു വഴിയിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചല്ലോ. അള്ളാഹു നമ്മൾ ഹൃദയത്തിൻ്റെ പൂട്ടിട്ടിരിക്കുകയാണോ എന്നല്ലേ ചോദിച്ചത്. നിങ്ങൾ പൂട്ടിട്ടിരിക്കുക, നിങ്ങൾ എന്താ ഖുർആനിലേക്ക് വരാത്തത്, ഖുർആൻ തദബ്ബുർ ചെയ്യാത്തത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു റമദാൻ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാവണം. ഖുർആനിനെ അല്ലേ, ഖുർആനിൻ്റെ മാസമായി റമദാനിൽ ഖുർആനിനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഖുർആനിൻ്റെ എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കണം. ലൈലത്തുൽ ഖദ്ർ എന്ന ആ ഒരു മഹത്തായ ഒരു അനുഗ്രഹം, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ആ ഒരു രാത്രി, അതിലെ ആ ഒരു അനുഗ്രഹം, അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ നമ്മൾ എന്താ പറയുക, ഇന്നേ നമ്മൾ ദുആ ചെയ്ത് തുടങ്ങുക. നമ്മൾ തുടങ്ങിയവരായിരിക്കാം, എന്നാൽ ഇപ്പോൾ മുതൽ നമ്മൾ ദുആ ചെയ്ത് തുടങ്ങുക. റബ്ബേ എന്നെ നീ അതിലേക്ക് എത്തിക്കണേ, ലൈലത്തുൽ ഖദ്ർ എനിക്ക് കിട്ടണേ. ഈ റമദാനിൻ്റെ പുണ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ച്, അതിന് ഹജ്ജാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു നിസ്കാരമാണെങ്കിൽ ഒരാളുടെ നിസ്കാരം ശരിയായ എല്ലാ കാര്യങ്ങളും ശരിയാണ്, ഒരാളുടെ കാര്യങ്ങളൊന്നും ശരിയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ആളുടെ നിസ്കാരം ശരിയല്ല. നമ്മൾ ഒരാളുടെ എന്ന് പറയണ്ട കേട്ടോ, നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയാണല്ലോ, നമ്മുടെ നിസ്കാരത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടതും ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ടതും എന്നിട്ട് നമ്മൾ ശരിയാക്കേണ്ടതും. സുബ്ഹാനല്ലാഹ്. അതേപോലെ നോമ്പായാലും ഇതായാലും ഒക്കെ തന്നെ നമ്മൾ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതൊക്കെ നേടിയെടുത്താൽ അതിൻ്റെ ആഫ്റ്റർ പിന്നെ മാസങ്ങൾ കിടക്കുന്നുണ്ടല്ലോ,
അവിടെ നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, അല്ലേ, നമ്മുടെ നമസ്കാരം, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളായിക്കോട്ടെ, സുന്നത്ത് നോമ്പുകളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒക്കെ എങ്ങനെയാണ് ഈ റമദാനിൽ എല്ലാം നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ ചെയ്ത്, അത് കഴിഞ്ഞൊരു കല്യാണം അല്ലെങ്കിൽ പരിപാടിയെ വരുമ്പോഴത്തേക്കിനും എല്ലാം പോയി ഉണ്ട് അങ്ങനെ തന്നെ പറയുന്ന കേൾക്കാറുണ്ട്. റമദാനിൽ എന്തെല്ലോ ഉണ്ടാക്കിയെടുത്തിന് എല്ലാം ഇതോടുകൂടി പോയി. ചിരിച്ചുകൊണ്ടായിരിക്കും ചിലർ പറയുന്നുണ്ടാവും അല്ലേ. അസ്തഗ്ഫിറുല്ലാ, ഒരു ടൂറോ ഒരു കല്യാണമോ പരിപാടിയോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറോ കഴിഞ്ഞാൽ എല്ലാം പിടുത്തം വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്, അടുത്ത റമദാൻ വരെ ഉണ്ടാവുമെന്ന് നമുക്ക് എന്താ ഉറപ്പ്? അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ അറിവില്ലായ്മ മൂലമാണ്. ഏറ്റവും കൂടുതൽ നല്ല അറിവ് നേടുവാനും അതിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുമായിട്ട് എന്തും ചോദിച്ച് നേടിയെടുക്കാനുള്ള ആ ഒരു പ്രിയപ്പെട്ട അടിമകളായിട്ട് മാറുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആ ഒരു പ്രവർത്തനത്തിൽ, ആ ഒരു പാതയിലേക്ക് നമ്മൾ മുന്നേറുക. റബ്ബ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കി തരും. ഈ ഒരു ദുആ നിങ്ങളെല്ലാവരും പഠിക്കുക. ഒരു പ്രിയപ്പെട്ടൊരു ദുആ ആയിട്ട് നമുക്കിതിനെ മാറ്റണം. കാരണം ഖുർആൻ നമ്മൾ ഓതാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ദുആ നമുക്ക് വേണ്ടിയിരുന്നില്ല അല്ലേ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, ഖുർആനിനെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി തരണം. എന്തൊരു സമാധാനം, സന്തോഷമാണ് അല്ലേ. വസന്തം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്ലൈമറ്റാണ് അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് UAE-ലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. വല്ലാത്തൊരു തണുപ്പും വല്ലാത്തൊരു കാറ്റും അല്ലേ. ഉച്ച സമയത്ത് പോലും പാർക്കിൽ പോകാൻ നമുക്ക് ഇഷ്ടമാണ് അവിടെ ആകുമ്പോൾ. നാട്ടിലെ അല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. അവിടെ ഒരു പ്രത്യേകത തന്നെയാണ് ആ ഒരു സമയത്തൊക്കെ. പൂക്കളും ചെടികളും മരുഭൂമി ആണെങ്കിലും എന്തൊരു ഭംഗിയാണ് എവിടെയെങ്കിലും പോവാനും കാണാനും ഒക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ഇഷ്ടമാണ്, നമ്മളത് അറിഞ്ഞതുകൊണ്ട്. പലയിടങ്ങളിലും പലതരത്തിലായിരിക്കും കേട്ടോ ഈ വസന്തങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഞാൻ അവിടെയുള്ള ആൾക്കാരായതുകൊണ്ട് പറയാണ്, ആ തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിടാൻ ഇഷ്ടമാണ്. ആ സമയത്ത് തണുത്ത കാറ്റടിക്കുമ്പോൾ എന്തോ ഒരു സുഖമാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു തണുത്ത കാറ്റ്, ആ ഒരു കുളിർമയുള്ള കാഴ്ച അല്ലേ. എന്ത് കാണുമ്പോഴും എന്ത് അനുഭവിക്കുമ്പോഴും കിട്ടുന്ന ഒരു സമാധാനം അല്ലേ. ആ ഒരു ഭംഗി. അങ്ങനെ ഖുർആനെ അങ്ങനെ ആക്കി എനിക്ക് മാറ്റിത്തരണേ റബ്ബേന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എൻ്റെ ഹൃദയത്തിന് പ്രകാശം, ഈ ഇരുട്ടിൽ മുങ്ങി അല്ലേ താഴ്ന്നവനെ പോലെ ആവരുത് ഞാൻ. എനിക്ക് വെളിച്ചം വേണം, നിന്റെ വെളിച്ചം, റബ്ബിൻ്റെ വെളിച്ചം. അതെന്താണ്? ഖുർആനാണ്. ഹുദാണ്, നൂറാണ് എന്നൊക്കെ ഖുർആനിൽ തന്നെ ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കതൊക്കെ ആക്കി തരണ്ടേ. അപ്പം നമ്മൾ റബ്ബിൻ്റെ അടുത്ത് ചോദിക്കണ്ടേ. റബ്ബിന് അത് പറഞ്ഞല്ലോ, റബ്ബ് ചോദിക്ക്, ഞാൻ ഉത്തരം നൽകാം. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ ഉത്തരം നൽകാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാ ചോദിക്കുക നമ്മൾ, പഠിച്ചോ എനിക്ക് ഖുർആൻ എങ്ങനെയൊക്കെ ആക്കി തരണം. ഖുർആൻ ഇതാണ്, റബ്ബ് പറഞ്ഞു ഖുർആൻ ഇങ്ങനെയൊക്കെ ആണ്. നമ്മളൊക്കെ നോക്കി ഖുർആൻ നമുക്ക് ഹുദാണ്, ഷിഫാണ്, നൂറാണ്, നമുക്ക് അമൽ സാലിഹത്ത് ചെയ്യാനുള്ളതാണ്, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആക്കി തരണേ റബ്ബേ. നമ്മൾ ചോദിക്കണം, മനസ്സറിഞ്ഞ് ചോദിക്കുക. ഇന്ന് മുതൽ തന്നെ നമ്മൾ ദുആയിലെ ലിസ്റ്റിൽ നമ്മളത് ഉൾപ്പെടുത്തുക. എൻ്റെ മനസ്സിൻ്റെ പ്രകാശവും എൻ്റെ ദുഃഖത്തിൻ്റെ പരിഹാരം, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പരിഹാരം. കാരണം നമ്മൾ ഖുർആൻ നോക്കി, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഖുർആൻ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ ഖുർആൻ പഠന ഗ്രൂപ്പായിരിക്കും നമ്മൾ തുറക്കുന്നത്. കാണാം ആയത്തുകൾ. വിചാരിക്കാതെ ആയിരിക്കും, ഒരായത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. അതാ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കിട്ടിയ ദുആ എനിക്ക് റബ്ബ് നീ ഇട്ട് തന്ന പോലെ, അല്ല അവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം. അത് ചിലപ്പം ഏതെങ്കിലും ഒരു ഖുർആൻ നമ്മൾ പഠിക്കുന്ന നമ്മളെ കൂട്ടുകാരികൾ ആരെങ്കിലും ആയിരിക്കും നമ്മളെ പെട്ടെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്നത്. പരിഹാരം അവരായിരിക്കും. ഒന്നും വിചാരിക്കാതെയാണ്. അത് ആരാ തരുന്നത്? റബ്ബാണ്. എന്തുകൊണ്ടാണ്? റബ്ബുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് അല്ലേ. എൻ്റെ എല്ലാ വ്യാകുലതകളെയും നീക്കുന്നതുമാക്കണം. ദഹാബ ഹമ്മി, എല്ലാത്തിനെയും എല്ലാ പ്രയാസങ്ങളെയും വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ എൻ്റെ ഖുർആൻ നീ എനിക്ക് മാറ്റിത്തരണം. അതാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖുലൂബിന വനൂറ സുദൂരിന വജലാ അഹ്സാനിന വദഹാബ ഹമൂമിന. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ വദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഖുർആൻ എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ അനുഗ്രഹത്തെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അത് പ്രാവർത്തികമാക്കാനും അതിലൂടെ ഏറ്റവും അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാനും റബ്ബേ നീ ഞങ്ങളെ എല്ലാവർക്കും നീ തൗഫീഖ് നൽകുമാറാകണേ റബ്ബേ. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. തെറ്റുകളിൽ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നരകത്തെ ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ.
റബ്ബേ ഞങ്ങൾക്ക് നരകത്തീനെ പേടിയാണ്, ഞങ്ങളെ അതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റബ്ബേ. സ്വർഗമെന്ന് നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലേ റബ്ബ്, നീ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിന്നിലുള്ള സലാമാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റബ്ബേ ആ ഒരു സലാം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നിന്നെ കാണാൻ നിൻ്റെ ആ സ്വർഗപ്പൂങ്കാവനത്തിൽ നീ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നേടിക്കൊണ്ട് സന്തോഷത്തോടു കൂടി അവിടെ അല്ലേ ഖാലിദീന ഫീഹ എന്നാണ് നീ പറഞ്ഞിട്ടുള്ളത്, അവിടെ എന്നെന്നും കഴിച്ചു കൂട്ടുന്നവരായിക്കൊണ്ട് മാറാൻ റബ്ബേ നീ ഞങ്ങളെല്ലാവരെയും തുണയ്ക്കണമേ റബ്ബേ. അതിന് വേണ്ടത് ഞങ്ങൾക്ക് നിൻ്റെ ഏറ്റവും നല്ല ഹുദായാണ്. ആ ഹുദ കിട്ടാൻ വേണ്ടിയിട്ടാണ് റബ്ബേ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. റബ്ബേ അത് നീ ഞങ്ങൾക്ക് നൽകി ഏറ്റവും നല്ല വഴിയെ, ഏറ്റവും നല്ല വെളിച്ചത്തിൽ, ഏറ്റവും നല്ല നിൻ്റെ പ്രിയപ്പെട്ട അടിമകളായിട്ട് റബ്ബേ നീ ഞങ്ങളെല്ലാവരെയും ആക്കി തരണമേ റബ്ബേ. ആ ഒരു തൗഫീഖ് നൽകണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ വദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുരിയതി. റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബനാ ഗഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. رب ارحمهما كما ربيانا صغيرا. رب ارحمهما كما ربيانا صغيرا. رب ارحمهما كما ربيانا صغيرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.